കുറേ വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ അവിടുത്തെ ചർച്ചുകളിൽ അവരുടെ പണ്ഡിതന്മാര് അവരുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉപയോഗിച്ചു വന്നിരുന്ന ഭാഷ എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട ബുക്കുകൾ, നിയമങ്ങൾ, ആശയാദർശങ്ങളെല്ലാം എഴുതപ്പെട്ടത് ലാറ്റിൻ ഭാഷയിലാണ്. കാലക്രമേണ അതെല്ലാം തേഞ്ഞുമാഞ്ഞു പോയി. ചില ടേംസുകളൊക്കെ അവശേഷിക്കപ്പെട്ടു. ആ ടേംസുകൾ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അതേതാണ് എന്ന് പരിശോധിച്ചാലോ? നമ്മൾ സമയത്തിന്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന AM ആൻഡ് PM. AM എന്ന് പറഞ്ഞാൽ ആന്റി മെറിഡിയം, ബിഫോർ നോൺ എന്നാണ് അതിൻ്റെ അർത്ഥം. PM എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെറിഡിയം, ആഫ്റ്റർ നോൺ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നമ്മൾ ഉദാഹരണമൊക്കെ എഴുതുമ്പോൾ EG എന്ന് എഴുതും. എക്സാംപ്ലി ഗ്രാഷ്യ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് എന്ന് പറയുമല്ലോ, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ETC, എറ്റ്സെറ്ററ എന്നാണ് ഇതിൻ്റെ ലാറ്റിൻ പദം. അതിൻ്റെ അർത്ഥം വരുന്നത് ആൻഡ് സോ ഓൺ, മുതലായവ, ഇതുപോലോത്തവ എന്നൊക്കെ പറയുമല്ലോ, അതാണ് അതിൻ്റെ അർത്ഥം. IE എന്ന് എഴുതാറുണ്ട്. ഇഡെസ്റ്റ്, അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ്, ഓർ ഇൻ അതർ വേർഡ്സ്, അതായത് എന്നൊക്കെ പറയുമല്ലോ, എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ എല്ലാവർക്കും സുപരിചിതമായ ഒരു ലെറ്ററാണ് VS എന്നുള്ളത്. വേഴ്സസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എഗെയിൻസ്റ്റ് എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ. പിന്നെ വളരെ പ്രധാനപ്പെട്ടതും തെറ്റിക്കാനൊക്കെ സാധ്യതയുള്ളൊരു വാക്കാണ് NB എന്നുള്ളത്. ഞാനൊക്കെ മുമ്പ് ഇതിനെ നോട്ടീസ് ബോർഡ് എന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ NB എന്നുള്ളതിൻ്റെ ഫുൾ ഫോം വരുന്നത് നോട്ട ബെനെ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നോട്ട് കെയർഫുള്ളി എന്നാണ്. പിന്നെ അടുത്തത് AD എന്നതാണ്. അന്നോ ഡൊമിനി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇൻ ദ ഇയർ ഓഫ് ലോർഡ് എന്നാണ് അതിൻ്റെ മീനിങ്. So that's it, my dears, for today's video. I can't wait to see you in the next video. Bye.